മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ദിലീപ്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിരവധി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ജനപ്രിയനായി മാറാൻ ദിലീപിന് സാധിച്ചു. ചെറിയ വേഷമായിരുന്നു ഈ എല്ലാ ചിത്രങ്ങളിലും ആദ്യകാലങ്ങളിൽ ദിലീപ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് നിരവധി ചിത്രങ്ങളാണ് താരത്തെ തേടിയെത്തിയത്. അതോടെ ജനപ്രിയ നായകൻ എന്ന പേര് താരം സ്വന്തമാക്കി. ഇടയ്ക്ക് വെച്ച് വിവാദങ്ങൾ തലപൊക്കിയെങ്കിലും ഇന്നും ദിലീപിനെ ആരാധിക്കുന്നവർ നിരവധിയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അദ്ദേഹം കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ പിന്നാലെയാണ്. കേരളക്കരയാകെ ഉറ്റുനോക്കുന്നത് കേസിന്റെ ഓരോ ഘട്ടവുമാണ്. ഇപ്പോഴിതാ തന്റെ പുതിയ ചിത്രമായ തങ്കമണിയുടെ പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിൽ ദിലീപ് പറഞ്ഞ വാക്കുകളാണ് വൈറലായി മാറിയിരിക്കുന്നത്. തന്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നതിന് ശേഷം സിനിമയിലേക്ക് തിരിച്ചു വരാമെന്ന് താൻ കരുതിയിരുന്നുവെന്നാണ് ദിലീപ് പറയുന്നത്. പുതിയ ചിത്രം തങ്കമണിയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട അഭിമുഖത്തിലാണ് ദിലീപ് കുറേയേറെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചത്. 4 വർഷമായി താൻ സിനിമയുടെ മാറ്റങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രേമലു വരെയുള്ള എല്ലാ സിനിമകളും കണ്ടു. ഭ്രമയുഗമൊക്കെ ഇനി കാണണം. തിയേറ്ററിന്റെ ഭാഗമായതുകൊണ്ട് ഒരു ഷോയിലും എന്ത് നടക്കുന്നു എന്നൊക്കെ അറിയുന്നുണ്ട്. നമ്മൾ അത്രയും ഫോളോ അപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. തിയേറ്ററുകളിലേക്ക് ജനങ്ങൾ വരുന്നു എന്നറിഞ്ഞതിൽ വലിയ സന്തോഷം. എല്ലാ പടങ്ങളും നമ്മുടെ തിയേറ്ററിൽ കളിക്കുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റ് അറിയാൻ സാധിക്കുന്നുണ്ട്. അത് വലിയ സന്തോഷമാണ്. കോവിഡിൻ്റെ സമയത്ത് ഞാൻ സിനിമ ചെയ്തിട്ടില്ല. അതിനുശേഷം 2 വർഷം ഞാൻ സിനിമയെ ചെയ്തിട്ടില്ല. എൻ്റെ പ്രശ്നങ്ങളൊക്കെ തീരണ്ടേ? എന്നാൽ പിന്നെ എല്ലാം തീർന്നിട്ടാവാമെന്ന് പറഞ്ഞിട്ട് തീരണവുമില്ല. എന്നാൽ പിന്നെ സിനിമയിലേക്ക് ഇറങ്ങാമെന്നും തീരുമാനിച്ചു. ഒരു 4 വർഷമായി സിനിമയുടെ മാറ്റങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ കമ്മിറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു സംവിധായകന് കൊടുക്കുന്ന വാക്ക് എന്നൊരു സംവിധാനമുണ്ട്. എല്ലാവരുടെയും മനസ്സിൽ ദിലീപ് എന്ന് പറഞ്ഞാൽ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഏത് സീരിയസ് കാര്യങ്ങൾ പറയുമ്പോഴും നർമ്മത്തിൽ കൂടിയൊക്കെയാണ് പറഞ്ഞു കൊടുക്കുക. പിന്നെ പെർഫോമൻസിന് പ്രാധാന്യം കൊടുക്കുന്ന രംഗങ്ങൾ എല്ലാത്തിലും ഉണ്ടായിരുന്നുവെന്നാണ് ദിലീപ് പറയുന്നത്. 80കളുടെ മധ്യത്തിൽ കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ ഇടുക്കിയിലെ തങ്കമണി സംഭവത്തെ ആസ്പദമാക്കിയുള്ളതാണ് ദിലീപിനെ നായകനാക്കി രതീഷ് രഘുനന്ദൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന തങ്കമണി. 1987 PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത ഇതാ സമയമായിയാണ് തങ്കമണി വെടിവെപ്പ് ആസ്പദമാക്കി ആദ്യമായി പുറത്തിറങ്ങിയ സിനിമ. 36 വർഷങ്ങൾക്ക് ശേഷം തങ്കമണി വീണ്ടും വെള്ളിത്തിരയിലേക്ക് എത്തുകയാണ്.